ഫ്രണ്ട്സ്, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ജൂനിയർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ജസ്റ്റ് നിങ്ങൾ +2 പാസ്സായവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപേക്ഷ നൽകണം, എങ്ങനെയാണ് സെലക്ഷൻ, അതുപോലെ സാലറി തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ അപേക്ഷയിൽ മാക്സിമം തെറ്റുകൾ കുറയ്ക്കുക. വീഡിയോ മുഴുവൻ കാണുക, പ്രോപ്പറായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലേക്ക് എനേബിൾ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. റീസെൻ്റായി ചെയ്ത വീഡിയോസും കാര്യങ്ങളും നമ്മുടെ ചാനലിൽ കയറിയാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം സെലക്ഷൻ ഓഫ് ജൂനിയർ ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ജൂനിയർ ഓപ്പറേറ്റർ ഫയർ ആണ് വിളിച്ചിരിക്കുന്നത്. 18 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ ഇവിടെ കൊടുത്ത് നിങ്ങൾക്കിവിടെ കാണാം. +2 പാസ് വിത്ത് 50% മാർക്സ് ഓർ ഈക്വൽ ഗ്രേഡ് ആണ്. അതായത് നിങ്ങൾക്ക് 50% മാർക്കോടുകൂടി നിങ്ങൾ +2 പാസ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ നിങ്ങളുടെ സ്കോർ കാർഡിൽ എന്താണ് ഗ്രേഡ് ആയിട്ട് കൊടുക്കുകയാണ് വിചാരിക്കുക. ഗ്രേഡ് ആണെങ്കിൽ അതിന് 80% ഈക്വൽ ആയിട്ടുള്ള ഗ്രേഡ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒരു 50% മാർക്കോട് +2 പാസ് ആണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. +2 സയൻസ് ഓർ ഹ്യൂമാനിറ്റീസ് ഓർ കോമേഴ്സ് ഏത് സ്ട്രീം ആണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ രണ്ടാമത്തെ സെൻറ്റൻസ് ആയിട്ട് ഇവിടെ കൊടുത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഹൗസ് വ്യക്തി candidates only pass marks is required. അതായത് ഇപ്പോൾ കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥലം നമ്മൾ വിട്ടുകൊടുത്ത ഉദ്യോഗാർത്ഥികളുണ്ടാവും. അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഈ 50% എന്നുള്ളത് നിർബന്ധമില്ല, ജസ്റ്റ് പാസ്സാൽ മതി. +2 പാസ്സായവർക്ക് അത് വെച്ച് അവരൊക്കെ അപ്ലൈ ചെയ്യാം. ഡിസേബിൾ ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. ഡിസേബിൾ എന്ന് പറഞ്ഞാൽ അത് മാൻഡറ്ററി അല്ല. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ട്. എന്തൊക്കെ അഡ്വാൻറ്റേജ് ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. അത് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ജസ്റ്റ് 50% മാർക്ക് +2 പാസ്സായിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇനി ഇതിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസും പാടെ വേണം കേട്ടോ. ഇതിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് മതി കേട്ടോ, ഹെവി വേണ്ട. ജസ്റ്റ് നിങ്ങൾ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് മതി എന്നുള്ള പ്രത്യേകം. അതായത് LMV മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. നമ്മൾ ജോലി ലഭിച്ച് നമുക്ക് ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ HMV ലൈസൻസ് നമ്മൾ എടുക്കണം. അതിന് നമ്മൾ എലിജിബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മൾ ജോലി കിട്ടി ഒരു 1 ഇയറിൻ്റെ ഉള്ളിൽ നമ്മൾ എടുക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. പക്ഷേ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് മതി, LMV മാത്രം മതി കേട്ടോ. ഹെവി വെഹിക്കിൾ ലൈസൻസിൻ്റെ ആവശ്യമില്ല, ഹെവി മോട്ടോർ വെഹിക്കിൾ ലൈസൻസിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് മാത്രം മതി. ഇനിയിപ്പോൾ ഹെവി ഉണ്ടെങ്കിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. ഹെവി ഇല്ലാത്തവർക്ക് എന്താണ് ഒരു ഓപ്ഷൻ ഉണ്ട്, നമ്മൾ ജോലി കിട്ടിയിട്ട് 1 ഇയറിൻ്റെ ഉള്ളിൽ എടുത്താൽ മതി. ഇനി ഫിസിക്കൽ ഫിറ്റ്നസ് കാര്യങ്ങളുണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് ഇതിൻ്റെ ഏജ് ലിമിറ്റ് കാര്യങ്ങൾ പറയാം. അതായത് 30/4/2025 കണക്കാക്കി മാക്സിമം 24 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്നാൽ ഈ പറയുന്ന നമ്മൾ ഡിസേബിൾ ക്വാളിഫിക്കേഷൻ ഇവിടെ പറഞ്ഞു. അതായത് ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ആണ് അത്, അല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റ്സ് ഈ പറയുന്ന നമ്മുടെ എയർപോർട്ട് ഫയർ ഫൈറ്റിങ്ങിലുള്ള ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ICAO സിലബസ് പ്രകാരമുള്ള ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് എന്താണ് കുറച്ചും പാടെ മുൻഗണന പ്രിഫറൻസ് അവർ കൊടുക്കുന്നുണ്ട്. ഇവർക്ക് എക്സാം ഒന്നും എഴുതാതെ ഡയറക്റ്റ് എന്താണ് ഇതിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, അതിലേക്കാണ് എൻട്രി കിട്ടുക. മറ്റുള്ളവർക്കൊക്കെ എക്സാം ഒക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഈ പറയുന്ന ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്കൊരു 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. അവർ ഇതവിടെ കടന്ന് നിങ്ങൾക്ക് ഓക്കെ 3 ഇയർ റിലാക്സേഷൻ വിൽ ബി ഗിവൺ ഫോർ BTC അല്ലെങ്കിൽ ഇക്വലൻ്റ് ICAO കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ 3 വർഷത്തെ റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട്. അതായത് 27 വയസ്സ് വരെ അങ്ങനെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഞാൻ പറഞ്ഞു ഈ പറയുന്ന ഹൗസ് വ്യക്തി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അതായത് 5 വർഷത്തെ റിലാക്സേഷൻ ഏജിൽ അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ ലാൻഡ് ഈ പറയുന്ന നമ്മുടെ എന്താ പറയുക എയർപോർട്ടുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ എയർപോർട്ട് പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലാൻഡ് അവർ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ കൊടുക്കേണ്ടത്. അതായത് 29 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. എക്സ് സർവീസ്മാനും ഈ 5 ഇയേഴ്സ് എന്താണ് ഏജ് റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ICAO എന്ന് പറഞ്ഞത് ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആട്ടോ. അപ്പോൾ അതിൻ്റെ അതിനെ ഫോളോ ചെയ്യുന്ന ആ രീതിയിലുള്ള സിലബസിലുള്ള ഇക്വലൻറ്റ് സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റോ ഈ പറയുന്ന എയർപോർട്ട് ഫയർ ഫൈറ്റിങ്ങിലുള്ള ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റോ ആണ് ഡിസേബിൾ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഡിസേബിൾ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഇതിൻ്റെ ആവശ്യമേ ഇല്ല. ഇതുള്ളവർക്ക് കുറച്ച് റിലാക്സേഷനും അതുപോലെ പ്രിഫറൻസ് ഒക്കെ അവർ കൊടുക്കുന്നുണ്ടെന്നുള്ളൂ. അതിൻ്റേതായ അഡ്വാൻറ്റേജ് ഉണ്ടാവും, ബെനിഫിറ്റ് ഉണ്ടാവും. അതല്ലാതെ നമുക്ക് ഇത് യാതൊരു ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ ആവശ്യമുള്ളത് +2 പാസ്സായിരിക്കുക, ജസ്റ്റ് ഡ്രൈവിംഗ് ലൈസൻസ് LMV ഉണ്ടായിരിക്കുക. ഇത് രണ്ടും വെച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾ ഏജ് ഓക്കെ ആണെങ്കിൽ കേട്ടോ. 27
25,000 രൂപ പെർ മന്ത് നമുക്ക് സാലറി ലഭിക്കുന്നു കേട്ടോ. 25,000 രൂപയാണ് പെർ മന്ത് സാലറി ലഭിക്കുക. പിന്നെ ഇതിൻ്റെ ഫിസിക്കൽ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളിലേക്കാണ് വരുന്നത്. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഹൈറ്റ് വരികയാണെങ്കിൽ ഇവിടെ നിൽക്കുകയാണെങ്കിൽ കാണാം 165 സെൻറ്റിമീറ്റർ മിനിമം മെയിൽ കാൻഡിഡേറ്റ്സിനാണ്. മിനിമം 165 സെൻറ്റിമീറ്റർ വേണം, അതിൽ കുറയാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന നമ്മൾ പറഞ്ഞല്ലോ ഈ നമ്മുടെ ഭൂമി വിട്ടുകൊടുത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർക്ക് 165 സെൻറ്റിമീറ്റർ മതിയിട്ട് അവർക്ക് ഏജ് ഈ പറയുന്ന ഹൈറ്റിലും റിലാക്സേഷൻ ഉണ്ട്, 2 സെൻറ്റിമീറ്റർ റിലാക്സേഷൻ ഉണ്ട്, 165 മതി മെയിൽ കാൻഡിഡേറ്റ്സ്. ഇനി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 162 സെൻറ്റിമീറ്റർ കേട്ടോ, 162 സെൻറ്റിമീറ്റർ മതി ഈ പറയുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ഹൈറ്റ്. ഇനി ചെസ്റ്റ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ബാധകമല്ല, മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് അത് ബാധകമാകുന്നത്. നോർമൽ 81 സെൻറ്റിമീറ്ററും ദെൻ അത് എക്സ്പാൻഷൻ കണ്ടീഷനിൽ വരുമ്പോൾ 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഷനും നമുക്ക് പറ്റണം എന്നുള്ളതാണ്. അത് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം അപ്ലിക്കബിൾ ആകുന്ന കാര്യമാണ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അത് ബാധകമല്ല. ദെൻ വെയിറ്റ് നമുക്ക് 55 കിലോഗ്രാംസ് വേണം മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ. ദെൻ ഫീമെയിൽ ആണെങ്കിൽ അവർക്ക് 45 കിലോഗ്രാം മതി എന്നുള്ളതാണ്. ഇനി ഐസൈറ്റിൻ്റെ കണ്ടീഷനാണ്. ഡിസ്റ്റൻസ് വിഷൻ ഇവിടെ 6/6 ബോത്ത് ഐസ് ആണ്, വിത്തൗട്ട് ഗ്ലാസസ് ആണ്. അതായത് നമുക്ക് നാച്ചുറലി കിട്ടുന്ന ആ ഒരു പ്യുവർ വിഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് എന്തെങ്കിലും ലെൻസ് വെക്കുന്നവർ അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണട യൂസ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് കംപ്ലീറ്റ് വിഷൻ ഉണ്ടായിരിക്കണം. അത് 6/6 എന്നാണ് അവർ പറയുന്നത്. 2 കണ്ണിനും 6/6 വേണം എന്നുള്ളതാണ്. വിത്തൗട്ട് ഗ്ലാസസ് ആണ്, പ്രത്യേകം ശ്രദ്ധിക്കുക. നിയർ വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ന്യൂസ് പേപ്പറൊക്കെ, അതായത് ജസ്റ്റ് ആ ഒരു ഫോണ്ടിൽ ആ ഒരു സൈസിലുള്ള ഇതൊക്കെ വായിക്കാൻ പറ്റുന്ന N5 ആണ്. ആ ഒരു രീതിയിൽ നമുക്ക് നിയർ വിഷൻ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി ഹിയറിംഗ് ആൻഡ് സ്പീച്ച് ഇതൊക്കെ നോർമൽ ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ബേസിക് ആയിട്ട് നമുക്കിതിലേക്ക് എലിജിബിലിറ്റി നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ആ ഒരു എലിജിബിലിറ്റിയെ ബാധിക്കുന്ന കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫിസിക്കലായിട്ട് ക്രോണിക് ഡിസീസസ്, അതുപോലെ കളർ ബ്ലൈൻഡ്നെസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ്, സ്കിൻ ഡൈ തുടങ്ങിയിട്ടുള്ള ഫ്ലാറ്റ് ഫുട്ട്, അങ്ങനെ തുടങ്ങിയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. കാരണം നമ്മൾ വെറുതെ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇരിക്കേണ്ട. കാരണം നമുക്ക് എന്തെങ്കിലും ഈ പറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആയി പോകും എന്നുള്ളതാണ്. ഇനി ഇൻസ്ട്രക്ഷനാണ് നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ ഓൺലൈനായിട്ട് മാത്രമാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുക നമുക്ക്. അതോടൊപ്പം തന്നെ നമുക്കിതിലേക്ക് അപേക്ഷാ ഫീസ് ഉണ്ട്. എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതിൽ റിസർവേഷനോ മറ്റ് കാര്യങ്ങളൊന്നുമില്ല. SC/ST OBC അങ്ങനെ ഏത് കാറ്റഗറി ആണെങ്കിലും എല്ലാവരും 500 രൂപ എന്ത് ചെയ്യണം, അവർ നോൺ റീഫണ്ടബിൾ ആണ് കേട്ടോ. 500 രൂപ നമ്മൾ ഫീ ആയിട്ട് അടയ്ക്കണം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യണം. റീസെൻ്റ് ആയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് 21 KB ഫയൽ സൈസ് നമുക്ക് മാക്സിമം പറ്റും. അപ്പുറത്തേ പോകരുത്. PNG JPG അല്ലെങ്കിൽ ആ ഒരു ഫോർമാറ്റിൽ പറ്റും. അതുപോലെ 150x73 പിക്സലായിരിക്കണം ഡയമെൻഷൻ. അത് ഈ പറയുന്ന രീതിയിൽ നമ്മൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 10/7/2025 5 PM. ഈ 10/7/2025 ജൂലൈ 10ൻ്റെ ഉള്ളിൽ 5 മണിൻ്റെ മുന്നായിട്ട് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി അതുപോലെ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. റിട്ടൺ ടെസ്റ്റ്, ഫിസിക്കൽ ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ്, ഇൻ്റർവ്യൂ, ഇങ്ങനെ വിവിധ ഘട്ടങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ എലിജിബിൾ ആയുള്ള ഉദ്യോഗാർത്ഥികൾ ഇവർ പറയുന്നത് മോർ ദാൻ 100 നമ്പേഴ്സ് വരികയാണെങ്കിൽ അവിടെ ഇവർ റിട്ടൺ ടെസ്റ്റ് വെക്കും. ഓക്കെ, അതായത് കുറഞ്ഞ ഉദ്യോഗാർത്ഥികളൊക്കെ ആണെങ്കിൽ അവർ ഈ പറയുന്ന സെലക്ഷനിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തും. അപ്പോൾ 100ൽ പരം ഉദ്യോഗാർത്ഥികളൊക്കെ വരികയാണെങ്കിൽ അവരെന്ത് ചെയ്യും, ഫിസിക്കൽ ടെസ്റ്റിലേക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റിട്ടൺ എക്സാമിനേഷൻ വെക്കും. ആ റിട്ടൺ എക്സാമിനേഷനിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യുന്നോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും നമുക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് നമുക്ക് എൻട്രി ലഭിക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന BTC ചെയ്ത്, അതായത് ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് റിട്ടൺ ടെസ്റ്റ് ചെയ്തേണ്ട. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, ഈ പറയുന്ന ഫിസിക്കൽ ടെസ്റ്റിലേക്ക് അല്ലെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് എന്ത് ചെയ്യും, അവർക്ക് എൻട്രി ലഭിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ എയർപോർട്ട് ജോലിയൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മേ ബി അത് ചെയ്തു വെക്കുന്നതൊക്കെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അനുസരിച്ചിട്ടൊക്കെ ചെയ്യട്ടെ. നമ്മൾ കുറേ എയർപോർട്ട് ജോബ്സിൻ്റെ ഒക്കെ നമ്മൾ മുൻപൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതിലൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഇനിയും ഇത്തരം നോട്ടിഫിക്കേഷനൊക്കെ വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത്തരം റിലാക്സേഷനൊക്കെ കിട്ടുമ്പം നമുക്ക് പെട്ടെന്ന് അതിലേക്ക് നമ്മൾ സെലക്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. കാരണം റിട്ടൺ ടെസ്റ്റ് ചെയ്തേണ്ട, ജസ്റ്റ് BTC അല്ലെങ്കിൽ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ഡയറക്റ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്കാണ് കയറേണ്ടത്. റിട്ടൺ ടെസ്റ്റ് ചെയ്തേണ്ട ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, അതുപോലെ വെഹിക്കിൾ ഡ്രൈവിംഗ് സ്കിൽ ടെസ്റ്റ് ഇതാണ് നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഇവിടെ നിങ്ങൾക്ക് 8 ഐറ്റംസ് ആണ് തന്നത്. ആ 8 ഐറ്റംസ് നമ്മൾ ക്വാളിഫൈ ചെയ്യണം. ഇവിടെ കാണാം സീരിയൽ നമ്പർ 1 മുതൽ 8 വരെ കാണാം. ഈ 8 എണ്ണം നമ്മൾ ജയിക്കണമെന്നില്ല, ജസ്റ്റ് നമ്മൾ ഈ 5 എണ്ണം നമ്മൾ ക്ലിയർ ചെയ്താൽ മതി. അപ്പോൾ 8 എണ്ണത്തിൽ 5 എണ്ണം അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം.
ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും രണ്ട് സെപ്പറേറ്റ് രീതിയിലാണ്. അപ്പോൾ 100 മീറ്റേഴ്സ് റണ്ണ് മെയിൽ കാൻഡിഡേറ്റ്സിന് 14 സെക്കൻഡ്, ഫീമെയിലാണ് 17 സെക്കൻഡ്. അവർക്ക് കൂടുതൽ സമയമുണ്ട്. അതുപോലെ ഹൈ ജമ്പ്, ലോങ് ജമ്പ്, അതുപോലെ പുട്ടിങ് ദ ഷോർട്ട് പുട്ട്, അതുപോലെ റോപ്പ് ക്ലൈമ്പിങ്, അതുപോലെ നിങ്ങൾക്കൂടെ കാണാം ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, അതുപോലെ പുള്ളപ്പ്, അതുപോലെ 1500 മീറ്റർ ഓട്ടം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ പറഞ്ഞിരിക്കുന്ന നിശ്ചിത കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന നമ്പറിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതല്ലാതെ നമ്മൾ അതിൽ കൂടുതലായിട്ട് ചെയ്യണം അല്ലെങ്കിൽ കൂടുതൽ പെർഫോമൻസ് ഒന്നും വേണ്ട, ജസ്റ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതിൽ നിങ്ങൾ 8 എണ്ണത്തിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് ക്വാളിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫിസിക്കൽ മെഷർമെൻറ്റ് ഉണ്ടായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈറ്റും ചെസ്റ്റും ഇതൊക്കെ നോക്കും. അത് നോക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ഹൈറ്റോ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ ഔട്ടായി പോകും. ഇനി ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, അതായത് BTC കാൻഡിഡേറ്റ്സ് അല്ലാത്ത മറ്റെല്ലാ ഉദ്യോഗാർത്ഥികളും, അതായത് നോൺ BTC കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ട്രെയിനിങ് ഒക്കെ വേണമല്ലോ. അപ്പോൾ നമുക്ക് അവർ നിർബന്ധമായിട്ടുള്ളൊരു ട്രെയിനിങ് ഉണ്ടായിരിക്കും. അത് ഇവിടെ കാണാൻ നിങ്ങൾക്ക് ആ ഒരു ഫയർ ട്രെയിനിങ് സെൻറ്ററുകളിൽ, വിവിധ ഫയർ ട്രെയിനിങ് സെൻറ്ററുകളിൽ എന്താണ് നിർബന്ധമായിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ BTC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് ട്രെയിനിങ് ഒന്നും ഉണ്ടാവില്ല. അതല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് എന്താണ് നിർബന്ധമായിട്ടും ട്രെയിനിങ് ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് ഫസ്റ്റ് നമ്മളെ ട്രെയിനിങ് ആണ് നമുക്ക് നൽകുക. ഇതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ ഈ ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ കംപ്ലീറ്റ്ലി സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് ഈ പറയുന്ന പോസ്റ്റിലേക്ക് നമ്മളെ പ്ലേസ് ചെയ്യുള്ളൂ. അതല്ലാതെ ട്രെയിനിങ് നിങ്ങൾ ഫെയിൽ ആകുക അല്ലെങ്കിൽ ട്രെയിനിങ്ങിന് പോകാതിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോസ്റ്റ് ലഭിക്കില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമാണെന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ട്രെയിനിങ് വെറുതെ ഒന്നല്ല, ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് മന്ത്ലി സ്റ്റൈപ്പൻഡ് ആയിട്ട് 10,000 രൂപ തരും. അത് മാത്രമല്ല ഈ ട്രെയിനിങ്ങിൻ്റെ കോസ്റ്റ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയാണ് നിർവഹിക്കുന്നത് കേട്ടോ. ഓക്കെ, അതല്ലാതെ നമ്മൾ വേറെ യാതൊരുവിധ പൈസയോ കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട. അപ്പോൾ ഈ ഒരു ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ളവരുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അവർ ഡയറക്റ്റ് എന്താണ് ട്രെയിനിങ് കണ്ടായിരിക്കുക. ആ ട്രെയിനിങ്ങിൻ്റെ പീരീഡ് ടൈമൊന്നും ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ ആ ട്രെയിനിങ് നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മളെ ഈ പറയുന്ന അപ്പോയിൻമെൻറ്റ് ചെയ്യുള്ളൂ, ഈ പോസ്റ്റിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുള്ളൂ. ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമുക്ക് 10,000 രൂപ സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കുന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ട്രെയിനിങ് കിട്ടും, സ്റ്റൈപ്പൻഡോട് കൂടി കിട്ടും എന്നുള്ളതാണ് ഇതിലൊക്കെ സെലക്ട് ആയുള്ള ആ ഒരു നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് പറയേണ്ടത്. അപ്പോൾ നമുക്ക് കമ്പനി ഫ്രീ ഓഫ് കോസ്റ്റിൽ തരുന്നതാണ് ഈ പറയുന്ന ട്രെയിനിങ് വിത്ത് സ്റ്റൈപ്പൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ എന്താണ് ഈ പറയുന്ന നല്ലൊരു ഹ്യൂമൻ റിസോഴ്സ് അവർ ഉണ്ടാക്കിയെടുത്തിട്ട് പെട്ടെന്ന് നിങ്ങൾ ആ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. അവിടെ ഒരു ബോണ്ട് ഉണ്ടായിരിക്കും. ആ ബോണ്ട് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ 5 വർഷം കമ്പനിയിൽ എന്ത് ചെയ്യണം, മിനിമം വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യാനുള്ള ഒരുപാട് റൂള് കാര്യങ്ങളുണ്ട് കേട്ടോ. കാരണം നമുക്ക് നല്ല അവസരങ്ങളും ഗവൺമെൻറ് ജോബ്സ് ഒക്കെ കിട്ടുമ്പോൾ നമുക്ക് അതൊന്ന് മാറാൻ പറ്റും. അതല്ലാതെ കാരണം ഇതൊന്നും ഇല്ലാതാണ് ഈ ബോണ്ട് പ്രശ്നം വരിക. നമുക്ക് വേറെ പെട്ടെന്ന് നമ്മൾ നിർത്തിപ്പോവുക, അതായത് നമ്മളൊരു കാരണമില്ലാതെ കറക്റ്റ് റീസണബിൾ ആണെങ്കിൽ നമുക്ക് അതിൻ്റേതായുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അതിൻ്റെ നിയമങ്ങളും അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഈ പറയുന്ന ഷ്യൂറിറ്റി ബോണ്ട് ഉണ്ടായിരിക്കും. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 5 ഇയേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, ശരിക്കും അതിൽ വർക്ക് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യപാട് നമ്മൾ അവിടെ ഓർത്ത് വെക്കണം. ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളെ പാട്ടിന് പോരാൻ പാടില്ല. ഇനി BTC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക്, അതായത് ബേസിക് ട്രെയിനിങ് സർട്ടിഫിക്കറ്റുള്ള ആ ഒരു കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് മിനിമം 3 ഇയേഴ്സ് എന്ത് ചെയ്യണം, കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വർക്ക് ചെയ്യണം എന്നുള്ള ബോണ്ടാണ് ഉണ്ടായിരിക്കുക കേട്ടോ. ഇനി ഇവിടെ ഞാൻ പറഞ്ഞു ഇവക്റ്റീവ് കാൻഡിഡേറ്റ്സ്, അതായത് കാറ്റഗറിയിൽ ഈ പറയുന്ന നമ്മുടെ ലാൻഡ് നഷ്ടപ്പെട്ട, അതായത് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് സ്ഥലം എടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സ്ഥലം വിട്ടുകൊടുത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ ഓൺലൈനായിട്ടും അപ്ലൈ ചെയ്യണം. അതേ സെയിം സാധനം എന്താണ് പ്രിൻ്റ് എടുത്തിട്ട് ഈ പറയുന്ന അഡ്രസ്സും കൂടെ കാണാൻ പറ്റും. മാനേജിങ് ഡയറക്ടർ എന്നിട്ട് ഇതാണ് പിൻകോഡ് സൈഡ് ഇവിടെ കൊടുത്തിട്ട് ഈ അഡ്രസ്സിലേക്ക് നമ്മൾ നമ്മുടെ പ്രിൻ്റ് എടുത്ത അപേക്ഷയും അതിൻ്റെ കൂടെ നമ്മുടെ LIC വെക്കണം. അതായത് ലാൻഡ് അക്വിസിഷൻ സർട്ടിഫിക്കറ്റും പാടെ നമ്മൾ വെച്ചിട്ട് നമ്മൾ പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം ആ അഡ്രസ്സിലേക്ക് കേട്ടോ. ഇത് ആരാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവക്റ്റീവ് കാറ്റഗറി, അതായത് നിങ്ങളുടെ ലാൻഡ് കണ്ണൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ലാൻഡ് നിങ്ങൾ കൊടുത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ലാൻഡ് അക്വിസിഷൻ സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ അതിന് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സും നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്ത അത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഈ പറയുന്ന അഡ്രസ്സിലേക്ക് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം, ഈ ഒരു അഡ്രസ്സിലേക്ക് അയച്ചു കൊടുക്കണം. അതല്ലാത്ത മറ്റു ഉദ്യോഗാർത്ഥികൾ ആരും അങ്ങനെ അയച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഓൺലൈനായിട്ട് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതായത് ഞാൻ വീണ്ടും പറയുന്നു, നമ്മുടെ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ ലാൻഡ് വിട്ടുകൊടുത്ത ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികളാണ് ഈ പറയുന്ന രീതിയിൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. നമ്മൾ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ ഓൺലൈൻ ചെയ്യണം. ആ സെയിം സംഭവം പ്രിൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വാലിഡ് ആയിട്ടുള്ള ഈ പറയുന്ന ലാൻഡ് അക്വിസിഷൻ സർട്ടിഫിക്കറ്റ് അതിൻ്റെ കൂടെ വെച്ചിട്ട് നമ്മൾ ഈ അഡ്രസ്സിലേക്ക് പോസ്റ്റലായിട്ട് അയച്ചു കൊടുക്കണം കേട്ടോ. അത് ഈ പറയുന്ന ലാസ്റ്റ് ഡേറ്റ് തന്നെ 10/7 എന്നാണ് അതിൻ്റെ ലാസ്റ്റ് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് തന്നെയാണ്. അത് സെയിം ഡേറ്റ് തന്നെയാണ്, ആ ഡേറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ അയച്ചു കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അപേക്ഷ അയക്കുന്ന സമയത്ത് അതിൻ്റെ എൻവലപ്പിൻ്റെ മുകളിൽ അപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് ജൂനിയർ ഓപ്പറേറ്റർ ഫയർ എന്ന് കൊടുക്കുക. എന്നിട്ട് അണ്ടർ ഇവാണ് നിങ്ങൾക്ക് ഇവക്റ്റീവ് കാറ്റഗറി നിങ്ങൾ അവിടെ എഴുതട്ടത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺ ഓർ ബിഫോർ ലാസ്റ്റ് ഡേറ്റിൻ്റെ
ഉള്ളിലിട്ട് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് തന്നെയാണ് ഇവിടെ കണക്കാക്കുന്നത്. അപ്പോൾ ഇനി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഓൺലൈൻ അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് 26/6 ക്ലോസ് ചെയ്യുന്നത് 10/7. അപ്പോൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത് 25/6 ജൂൺ 25-നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വലി നമുക്ക് ലിങ്ക് ഓപ്പൺ ആയിട്ടില്ല, എങ്കിലും ഞാൻ ലിങ്ക് കാണിക്കാം. ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് ആക്റ്റീവ് ആകുന്നത് 11 AM 26/6/2025 11 AM-നാണ് ലിങ്ക് ആക്റ്റീവ് ആകുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇനി എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരും GOCL എജുലാൻഡ്. അപ്പോൾ ഇതിലേക്ക് താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. പിന്നെ ഇവിടെ നമ്മുടെ ജോബ് അപ്ഡേറ്റ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്, ഇതിൽ ജോയിൻ ചെയ്ത് താല്പര്യമുണ്ട് ജോയിൻ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, പ്രൈവറ്റ് ജോബ്സ് കാര്യങ്ങളൊക്കെയാണ് അതിൽ ലിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കാണാം നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ജോബ്സ് കേരള ജോബ്സ് കാണാം. ഇവിടെ കേരള ജോബ്സിൽ കാണാം നിങ്ങൾക്ക് ഈ പറയുന്ന കിയാൽ നോക്കിയത് ജൂനിയർ ഓപ്പറേറ്റർ 2025. ഇതാണ് നമ്മൾ 18 ഫയർ ഓപ്പറേറ്റർ എന്ന് പറയുന്ന പോസ്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിവിടെ കണ്ടില്ലെങ്കിൽ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. ഇതവിടെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഇവിടെ റീഡ് മോർ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഈ കിയാൽ എന്നുള്ളതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺ കാണാം. അത് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ മാക്സിമം ഒന്ന് ഫോളോ ചെയ്യുക. വാട്സപ്പ് അതുപോലെ ടെലഗ്രാം ചാനലൊക്കെ കണ്ടിട്ട് ഇതിലൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുക. അപ്പോൾ അവിടെ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന സമയത്തും കൂടെ കാണാം ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൽ നോട്ടിഫിക്കേഷൻ കാണാം, അപ്ലിക്കേഷൻ ഫോം കാണാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷൻ എന്നുള്ളത് അപ്ലിക്കേഷൻ ഫോം നമുക്ക് PDF ആയിട്ടൊന്നും അവൈലബിൾ അല്ല. അപ്ലിക്കേഷൻ ഫോം എന്നുള്ള ഓപ്പൺ ആക്കാം. ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അഡ്വർടൈസ്മെൻറ്റിലേക്കാണ് വരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ഞാൻ പറഞ്ഞു 25 ആയിട്ടുള്ളൂ. 26-നാണ് നമുക്ക് ലിങ്ക് അവൈലബിൾ ആകുക. ലിങ്ക് അവൈലബിൾ ആയാൽ ആ ഡയറക്റ്റ് ലിങ്ക് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്കൂടെ വന്ന് ഡയറക്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കൂടുതൽ കമൻറ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാം. ഇനി കുറഞ്ഞ കമൻറ്റ് ആണെങ്കിൽ നമ്മളത് ചെയ്യില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളത് ഓൺലൈൻ ഫോം ഫില്ലിംഗ് വീഡിയോ ചെയ്യാം. നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന വീഡിയോ നിങ്ങൾക്ക് വേണ്ടി മാത്രമേ ചെയ്യാൻ പറ്റും. താല്പര്യം എങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷയുടെ വീഡിയോ ആയിട്ട് വരണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മളിത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സിൻ്റെ ഇവിടെ ഞാനത് അപ്ഡേറ്റ് ചെയ്യും, നാളെ അത് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ അവിടെ ലിങ്കുകൾ പ്രോപ്പറായിട്ട് തരും, അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ്. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്